സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ വ്യാപിക്കുകയാണ്. 24 മണിക്കൂറിന്റെ 13,756 പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി എന്നതാണ് കണക്ക്. ഡെങ്കിപ്പനിയും വ്യാപിക്കുന്നു. ഇന്നലെ മാത്രം 225 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ചവരിൽ ഒരാൾ മരിച്ചു. ജിബിൻ ജെബിയാണ് വിവരങ്ങളുമായി. ജിബിൻ, ഈ പകർച്ചവ്യാധികളുടെ കണക്ക് അത് സർക്കാർ ആശുപത്രിയിലെ കണക്ക് മാത്രമല്ല ഇങ്ങനെ ഔദ്യോഗികമായി പുറത്തു വരുന്ന, ഒപ്പം കോളറ അതുമായി ബന്ധപ്പെട്ട ചില സൂചനകളും ഒക്കെ ആരോഗ്യ വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. ഏത് തരത്തിലാണ് ഇപ്പോൾ ഈ പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ട കണക്കുകൾ പരിശോധിക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുന്നത്? രതീഷ്, സംസ്ഥാനമാകെ പനിച്ചു വിറയ്ക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ 24 മണിക്കൂറിൽ, അതായത് ഇന്നലത്തെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, 24 മണിക്കൂറിൽ 13,756 പേർക്കാണ് പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ ഡെങ്കിപ്പനിയും വ്യാപിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി 225 പേർക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരുന്നത്. ഇതിൽ ഒരാൾക്ക് മരണവും സംഭവിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, എലിപ്പനി ബാധിച്ചു ഇപ്പോൾ 2 പേരുടെ മരണം സ്ഥിരീകരിക്കുകയാണ് കഴിഞ്ഞ ദിവസം. ഇന്നലെ മാത്രം 37 പേർക്കാണ് H1N1 പനിയും സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് പനി വലിയ രീതിയിൽ വ്യാപിക്കുകയാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് കോളറ ഒരാൾക്ക് ഇപ്പോൾ സംസ്ഥാനത്ത് തിരുവനന്തപുരത്ത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അവിടെ ഒരു മരണവും കോളറ മൂലമാണോ മരണം സംഭവിച്ചത് എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏകദേശം 16ഓളം പേരെ ഈ കോളറയുടെ സിംറ്റംസുമായിട്ടൊക്കെ തന്നെ ഇപ്പോൾ നിരീക്ഷണത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീമും DMOയുടെ നേതൃത്വത്തിൽ 15-അംഗ സംഘവും രൂപീകരിച്ചിട്ടുണ്ട്. ഈ കോളറയുടെ ലക്ഷണങ്ങളുള്ളവരെയൊക്കെ തന്നെ ഐറാണിമുട്ടത്ത് തുറന്നിരിക്കുന്ന താൽക്കാലിക ഐസൊലേഷൻ വാർഡിലേക്കാണ് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സംസ്ഥാനം ഒരു പനിക്കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെയുള്ള മുൻകരുതലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നത്.